ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൻ്റെ കുറച്ച് പോർഷൻസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ തന്നെ അവിടെ ഇൻകംസും എക്സ്പെൻസസും തന്നിട്ടില്ല, പകരം ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും തന്നിട്ടുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലൊക്കെ തന്നതിന് പുറമെ നമുക്ക് എക്സ്പെൻസസും ഇൻകംസും കൂടി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോമാറ്റ് എന്താണ് എന്നുള്ളത് നോക്കിയ ശേഷം അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ആ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് വരെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തമ്മിൽ നമ്മളവിടെ കമ്പയർ ചെയ്യാണ്. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അത് പോസിറ്റീവ് ഫിഗറാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ എന്താണ് പ്രോഫിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അല്ല നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ലോസ് ആണ് എന്ന് പറയാം അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങിയ ശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഇനി ആ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയൂല. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലിനും ഇടയിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തരും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ലെസ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ ലെസ് ചെയ്തും ആഡ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു ഫിഗറാണ് എന്തെന്ന് പറയാം, ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളതാണ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് നൽകിയിട്ടുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും അല്ലേ. അതിൽ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ നിങ്ങൾ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ലഭിക്കും. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓർഗനൈസേഷനിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് പ്രോഫിറ്റ് ആണ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അല്ല നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് ഫിഗറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും പറയാം, അത് ഗ്രോസ് ലോസ് ആണ് എന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എല്ലാ എക്സ്പെൻസസും ഈ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ലെസ് ചെയ്യുകയും നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള എല്ലാ ഇൻകംസിനെയും നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിന് പകരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രോസ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രോസ് ലോസ് എന്ന് പറയും. ആ ഗ്രോസ് ലോസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, എക്സ്പെൻസസിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക ആൻഡ് ഇൻകംസിനെ ലെസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പ്രൊസീജിയർ നേരെ തിരിയും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസസ് നമുക്ക് വരാം, എന്ത് എക്സ്പെൻസസും വരാം. അപ്പോൾ അതിൽ കുറച്ച് എക്സ്പെൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ വരാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്, ആ അസറ്റിനൊക്കെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം കാലക്രമേണ അതിനെന്ത് പറ്റും, അതിന് കുറച്ച് തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഡിപ്രീസിയേഷൻ എന്ന് പറയാം. പിന്നീട് വരുന്നത് ബാഡ് ഡെപ്റ്റാണ്. ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എക്സ്പെൻസാണ്. ഇറ്റ് മീൻസ് നമ്മളെ ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടാതെ കിടക്കുന്ന കുറച്ച് ഡെപ്റ്റ് ഉണ്ടാവും. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട ഉണ്ടാവും അല്ലേ, അതിനെയാണ് എന്തെന്ന് പറയുക, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതുപോലെ പ്രൊവിഷൻസ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ലെസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള എക്സ്പെൻസാണ്, ആക്ച്വലി ഈ ഇയറിൽ നടക്കേണ്ട എക്സ്പെൻസാണ്, പക്ഷെ നമ്മളത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പെൻസസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയീസിന് ചെറിയൊരു ഫണ്ടിൻ്റെ ഷോർട്ടേജൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ എംപ്ലോയീസിന് ഈ മാസത്തെ സാലറി നമ്മൾ കൊടുത്തില്ല. ഓക്കെ, എന്തായാലും ഈ മാസത്തെ സാലറി നമ്മൾ ഈ മാസം കൊടുക്കേണ്ടതാണ് അല്ലേ. എല്ലാ മാസവും ഡേറ്റ് 10 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കാറുണ്ടെന്ന് കരുതുക. പക്ഷേ ഈ ഒരു മന്തിൽ എന്തോ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണമോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അഡീഷണലായിട്ട് ഫർദർ എക്സ്പാൻഷനൊക്കെ കാരണം അല്ലെങ്കിൽ വല്ല മോഡിഫിക്കേഷൻ, എന്തായാലും ഓർഗനൈസേഷൻ ചെറിയൊരു ടൈറ്റിലാണ്. സോ അത് കാരണം തന്നെ നമുക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കറക്റ്റ് ടൈമിൽ ശരിക്കും അവർക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 10-ാം തീയതിയാണ്. പക്ഷെ 10-ാം തീയതി നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാലറി കൊടുക്കാൻ പറ്റാതെ കിടക്കണം. നമ്മൾ കൊടുക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചിലവുകൾ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവില്ലേ, ആ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. അങ്ങനത്തെ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് ഈ ഇയറിൽ നടക്കേണ്ട എക്സ്പെൻസാണ് അല്ലേ, ഈ ഇയറിൽ നടക്കേണ്ട എക്സ്പെൻസാണ്, പക്ഷെ അത് നടന്നിട്ടില്ല എങ്കിൽ പോലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനവിടെ കാണിക്കണം. ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആക്ച്വലി അവിടെ ഒക്യൂർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് ഈ വർഷം ഒക്യൂർ ചെയ്യേണ്ട എക്സ്പെൻസ് ആയതിനാൽ നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തുകയും നമ്മൾ എക്സ്പെൻസസ് ലെസ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് ലെസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ ലെസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെയും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെൻറ്റിന് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ലഭിക്കേണ്ട റെൻറ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ലഭിക്കേണ്ട റെൻറ്റ് നമുക്ക് ഈ വർഷം തന്നെ കിട്ടി. ഓക്കെ, റെൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവരെന്ത് ചെയ്യും, അവർ നമുക്ക് വാടക തരും അല്ലേ. ഈ വാടകയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെൻറ്റ് എന്ന് പറയുക അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന റെൻറ്റ്, അടുത്ത വർഷം നമുക്ക് കിട്ടേണ്ട റെൻറ്റ് ഈ വർഷം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഈ വർഷത്ത് നടക്കേണ്ട എക്സ്പെൻസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഈ വർഷം കിട്ടേണ്ട ഇൻകാണോ, അല്ലല്ലേ, നമുക്ക് അടുത്ത വർഷം കിട്ടേണ്ട ഇൻകാണ്. അത് കാരണം തന്നെ ഈ വർഷത്തിലുള്ള കണക്കുകളിൽ നമ്മൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യൂല, ഇൻക്ലൂഡ് ചെയ്യൂല. സോ അത് കാരണം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന എല്ലാ ഇൻകംസും, അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകംസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ അല്ലേ, ബാങ്ക് ലോണിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് വരുന്ന എക്സ്പെൻസാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതും ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് ഇൻകംസ് ആണ് പറയുന്നത്. അപ്രീസിയേഷൻ ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിപ്രീസിയേഷൻ പറഞ്ഞു. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസെറ്റിൻ്റെ വാല്യൂ കുറയാണ്. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലേ. അതുപോലെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസെറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓർഗനൈസേഷന് ലാൻഡ് വാങ്ങിയിട്ടിട്ടുണ്ടെന്ന് കരുതാം. ഈ ഓർഗനൈസേഷൻ വാങ്ങിയിട്ടിട്ടുള്ള ലാൻഡ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട ലാൻഡാണ്. പക്ഷെ അത് ഈ വർഷം ആകുമ്പോഴേക്കിന് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയ അതേ പ്രൈസ് ആവില്ലല്ലേ അതിന് കിട്ടുക, ആവോ, അല്ല. അതിൽ എന്ത് ചെയ്യാം, അതിൻ്റെ വില കൂടാം, ആ അസറ്റിൻ്റെ വാല്യൂ കൂടാം. അപ്പം അങ്ങനെ അപ്രീസിയേഷനും സംഭവിക്കാം. അപ്പോൾ അപ്രീസിയേഷൻ ഓഫ് അസറ്റാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് അത് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ റെൻറ്റിൻ്റെ കേസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ റെൻറ്റ് നമുക്ക് കിട്ടേണ്ടതായിരുന്നു, ഈ മാസം നമുക്ക് കിട്ടേണ്ട റെൻറ്റാണ്. പക്ഷെ എന്ത് ചെയ്തില്ല, ഈ മാസം നമുക്ക് ലഭിച്ചില്ല. ആക്ച്വലി നമുക്ക് ഈ വർഷം ലഭിക്കേണ്ട റെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ വർഷത്തിൻ്റെ കണക്കിന് എടുക്കാം, നമുക്ക് ഈ വർഷം ലഭിക്കേണ്ട റെൻറ്റാണ്. പക്ഷെ എന്ത് ചെയ്തില്ല, ഈ വർഷം ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ വർഷം ലഭിക്കേണ്ട റെൻറ്റാണ്, പക്ഷേ ഈ വർഷം നമുക്ക് ലഭിച്ചില്ല എങ്കിലും നമ്മളതിനെ ഈ വർഷം ലഭിച്ചതായി കണക്കാക്കിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നുള്ള തലക്കെട്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകമായിട്ട് നമ്മളതിനെ ആഡ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, അത് നമ്മൾ ലെസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, ഇറ്റ് മീൻസ് ഇതിൽ കമ്മീഷൻ എന്തെങ്കിലും നമ്മുടെ ബ്രോക്കേഴ്സിന് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത വർഷം കൊടുക്കേണ്ട കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷം തന്നെ നമ്മൾ കൊടുത്തിട്ടു. ഓക്കെ, അടുത്ത വർഷത്തെ എക്സ്പെൻസ് അല്ലേ ആക്ച്വലി അത് ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വർഷം നടന്നിട്ടുള്ള എക്സ്പെൻസ് അല്ല. നമുക്ക് ഈ വർഷത്തെ കണക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വർഷം നടന്ന എക്സ്പെൻസസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എത്രയാണോ നമ്മൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതായത് മുൻകൂട്ടി അടച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെയും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്തു, അങ്ങനെ എക്സ്പെൻസ് ലെസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻകംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആൻസർ വരുന്നത് ആ ആൻസർ പോസിറ്റീവ് ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നെറ്റ് പ്രോഫിറ്റ് ആണെന്നും. ഇനി നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, നെറ്റ് ലോസ് ആണ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 കോളൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കോളത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ കോളം. ഈ കോളത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ കോളം. ഓക്കെ, ഇന്നർ കോളം എന്ന് പറയുന്നു. ആൻഡ് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ടർ കോളം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്നർ കോളത്തിൽ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിലോട്ട് മാറ്റുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നിരുന്നാൽ പോലും ഒന്ന് പറയാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസിങ് ക്യാപിറ്റൽ നൽകി, ഡ്രോയിങ്സ് നൽകിയിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ നൽകിയിട്ടുണ്ട്, ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റലൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്ന് കരുതാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഒരു 2 lakh ആണ് എന്ന് കരുതണേ. 2 lakh ആണ് നമുക്ക്, സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മളുടേത് 2 lakh ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, പ്രൊവിഷൻസ് വന്നിക്കണോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നിക്കണോ, അതുപോലെ ഇൻകം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിക്കണോ, ഇതൊക്കെ ചെയ്തിട്ട് ആ ഓരോ എക്സ്പെൻസ്, ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ട് ഇവിടെ കാണിക്കുക, ബാഡ് ഡെപ്റ്റ് എത്ര എമൗണ്ട് വെച്ചാൽ അത് കാണിക്കുക, ആൻഡ് പ്രൊവിഷൻസ് എത്ര വന്നിട്ടുള്ളത് അത് കാണിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതെല്ലാ എക്സ്പെൻസും ഈ എക്സ്പെൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ഈ എക്സ്പെൻസിൻ്റെ ഒക്കെ ടോട്ടൽ ഉണ്ടാവില്ലേ, ഈ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു 50,000 വന്നിക്കണമെന്ന് എഴുതാം. 50,000, ഇവിടെ ഒരു 20,000, ഇവിടെ ഒരു 10,000, അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ ഇവിടെ 50,000 ഉണ്ട്, 20,000 ഉണ്ട്, 10,000 ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര, 80,000 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം ടോട്ടൽ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത്, ദറ്റ് മീൻസ് എക്സ്പെൻസസ് എല്ലാം കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 80,000 ആണെന്ന് കരുതുക. ഈ കൂട്ടി കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ നേരെ ഇങ്ങോട്ട് മാറ്റുക 80,000. ഓക്കെ, ഇവിടെ ഒരു 50,000 ഉണ്ട്, ഏതെങ്കിലും ഒരു എമൗണ്ടിൽ കൂട്ടണേ. 20,000 ഉണ്ട്, ഇവിടെ ഒരു 10,000 ഉണ്ടെന്ന് കരുതുക. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 80,000 അല്ലേ. ആ 80,000നെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിലോട്ട് മാറ്റും. അപ്പോൾ ഔട്ടർ കോളത്തിൽ ഇവിടെ ഒരു 2 lakh ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് 2 lakh കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സ്പെൻസിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 80,000 ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻകംസ് ഉണ്ട്, അപ്രീസിയേഷൻ ഇപ്പോൾ ഒരു 20,000 കിടക്കട്ടെ, 20,000 അപ്രീസിയേഷൻ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു 10,000 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണുന്നു. അതുപോലെ ഒരു 5,000
പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നിരിക്കട്ടെ. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകംസ് അല്ലേ, ഇൻകംസ് എന്തൊക്കെയാണ് പറഞ്ഞത്? 20,000 ഉണ്ട്, 10,000 ഉണ്ട്, 5,000 ഉണ്ട്. 20 + 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30, 30 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ടർ കോളത്തിൽ വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ, ഗ്രോസ് പ്രോഫിറ്റ് 2 lakh ഉണ്ട്, അതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? എക്സ്പെൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എല്ലാ എക്സ്പെൻസസിനെയും കൂടെ നമ്മളിവിടെ ടോട്ടൽ ചെയ്തിട്ട് അതിനെ ഔട്ടർ കോളത്തിലോട്ട് മാറ്റി, ഔട്ടർ കോളത്തിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് 80,000 എന്ന് കിട്ടി. ഇനി ഈ 2 lakhൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 lakhൽ നിന്നും ഈ 80,000നെ നമ്മൾ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1,20,000 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 1,20,000 എന്ന് കിട്ടും അല്ലേ, കിട്ടും 1,20,000 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് 1,20,000 എന്ന് കിട്ടി. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകംസ് ആഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ഇൻകംസ് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് നമുക്കിവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? എത്രയാണ് കിട്ടിയത്? 35,000 കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1,20,000 കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 35,000 കൂടി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1,55,000 എന്ന് കിട്ടും. 1,55,000 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് പറയുക? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണ്. പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം നൽകിയിട്ടുണ്ട്. ഷാൻ കീപ്സ് ഈസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഷാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിങ് ബുക്സൊക്കെ കീപ്പ് ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ് കീപ്പ് ചെയ്യാം. ഹി പ്രൊവൈഡ്സ് യു ദി ഫ്ലോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ അവൻ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 March 2025. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എക്സ്പെൻസ് ഒക്കെ നൽകിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രകാരം നമുക്ക് കിട്ടുന്നത് എന്താണ്? അവിടെ ക്ലോസിങ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലൊക്കെയാണ് നൽകിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അല്ലേ. നമുക്ക് പ്രോഫിറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റാണ്. ഓക്കെ, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 March 2025 ആണ് അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ ഓൺ 1 April 2024 നൽകിയിട്ടുണ്ട്. ക്യാപിറ്റൽ വരുന്നത് 1 lakh ആണ്. അപ്പോൾ ആൻഡ് ക്യാപിറ്റൽ ഓൺ 31 March 2025 നൽകിയിട്ടുണ്ട്. ക്യാപിറ്റൽ വരുന്നത് 1,50,000 ആണ്. ആൻഡ് ഡ്രോയിങ്സ് നൽകിയിട്ടുണ്ട് 12,000 ആണ്. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെൻറ്റ് ഡ്യൂ ആയിക്കണു, പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇങ്കാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇങ്കാണ് ഈ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഡ്യൂ ആയിക്കണോ പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് ആണ്. ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട കാര്യമാണ് അല്ലേ. അത് നമ്മുടെ ഇങ്കാണ്. നമുക്ക് കിട്ടുക എന്താണ്? ഇൻകംസ് അല്ലേ കിട്ടുക. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കേണ്ടത്? റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ് കണക്കിലാക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണെന്നുണ്ടെങ്കിലോ? ബട്ട് നോട്ട് പെയ്ഡ് നമ്മൾ കൊടുക്കേണ്ടത്. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാണ് അല്ലേ. ഡ്യൂ അയക്കണോ, ഡേറ്റ് ഒക്കെ അയക്കണോ, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസും, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമ്മൾ എവിടെ എടുക്കണ്ടേ? ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ലെസ് ചെയ്യും വേണം അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുക? അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ 20,000 നൽകിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മുടെ ഓർഗനൈസേഷന് വരുന്ന ഒരു എക്സ്പെൻസാണ് സാലറി എന്ന് പറയുന്നത് അല്ലേ. എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓർഗനൈസേഷന് വരുന്ന എന്താണ്? ഒരു എക്സ്പെൻസാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. അത് 8,000 വരുന്നുണ്ട്. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസാണ്. ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്തു? പ്രീപെയ്ഡ് ചെയ്തു, മുൻകൂട്ടി കൊടുത്തു.
ആഡ് ചെയ്തിട്ട് കാണിക്കണം അല്ലേ. അത് നമുക്ക് ഇപ്രാവശ്യം പെയ്ഡ് ചെയ്താൽ നമുക്ക് ഈ വർഷം നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുൻകൂട്ടി അടച്ചതാണ് അടുത്ത വർഷത്തേക്കുള്ളത്. എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സ്പെൻസിന് ലെസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയൂലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനാൻഷ്യൽ ഇയർ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം 1st April 2024. ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ 1st April 2024 to 31st March 2025 വരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 1st April-ലും ആൻഡ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് 31st March-ലുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ കൊമേഴ്സ് പഠിച്ച് വന്നിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് അറിയുന്നുണ്ടാവും. ബട്ട് ഏതെങ്കിലും കുട്ടികൾ ഹ്യൂമാനിറ്റീസിന്നോ അതല്ലെങ്കിൽ സയൻസിൽ നിന്നൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് 1st April 2024 ആൻഡ് 31st March 2025 അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക, ഒരു ഫൈനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുക 1st April-നും ആൻഡ് ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക 31st March-നാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഏതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഓപ്പണിംഗ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇയർ എൻഡിങ്ങിലുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുക, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്, ക്യാപിറ്റൽ ഓൺ 1st April 2024 ആണ്. ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓൺ 31st March 2025 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1st April 2024 ക്യാപിറ്റലാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് 31st March-ലെ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസിനെയും ആഡ് ചെയ്യുക ലെസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടൂലേ, കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഓരോ ഐറ്റംസ് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ കരുതി വെക്കേ. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഫോർമാറ്റും ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞ ഓരോ ഐറ്റംസിനെയും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രോബ്ലത്തിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അതിന് ശേഷം നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൻ്റെ കൂടെ തന്നെ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ അതിനൊരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തന്നെ ഉള്ളൂ കുറഞ്ഞ ടൈമിൽ നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ എന്താ എടുക്കേണ്ടത്, ക്ലോസിംഗ് ക്യാപിറ്റലാണ് എടുക്കേണ്ടത് അല്ലേ. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അങ്ങനെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത ശേഷം നമ്മൾ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യും. അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യുകയും ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിട്ട് 1,50,000 ആണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുക 1,50,000 അല്ലേ. ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000 എന്ന് വരും. ഈ 1,50,000-ൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12,000 ആണ്. 1,50,000-ൻ്റെ കൂടെ 12,000 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 1,62,000 എന്ന് കിട്ടും. 1,62,000 എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും ക്ലിയർ അല്ലേ? ഇത് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലെസ് ചെയ്യണേ. അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ വരുന്നത് 20,000 ആണ്. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ വരുന്നത് 20,000 ആണ്. അത് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക, 1,42,000 എന്ന് കിട്ടുമോ, 1,42,000 എന്ന് കിട്ടും.
ഈ 1,42,000-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, 1,42,000-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും എന്തുകൂടെ ലെസ് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലാണ്. ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ വരിക. അപ്പോൾ 1 ഏപ്രിലിൽ നമുക്ക് നൽകിയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഈ 1 lakh ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ലെസ് ചെയ്യണം അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള 1,42,000 നിന്ന് ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ ഈ 1,42,000-ൽ നിന്നും നമ്മൾ 1 lakh മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക, 42,000 എന്ന് കിട്ടും. ക്ലിയർ, 42,000 എന്ന് കിട്ടും. ഈ 42,000-നെയാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എക്സ്പെൻസസ് ആണോ നൽകിയിട്ടുള്ളത് ആ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, ആ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നോക്കിയേ. എന്തൊക്കെ എക്സ്പെൻസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുന്നത് അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുത്തു, ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തു, ഡ്രോയിങ്സ് എടുത്തു, അഡീഷണൽ ക്യാപിറ്റൽ എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 42,000 ആയിരുന്നു ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ലെസ് ചെയ്യണം എന്ന് പറയണേ, എന്ത് ലെസ് ചെയ്യണം, എക്സ്പെൻസ് ലെസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 42,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 42,000 നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, എക്സ്പെൻസ് ലെസ് ചെയ്യണം. ഇവിടെ നമുക്ക് ആകെ ഒരു എക്സ്പെൻസാണ് നൽകിയിട്ടുള്ളത്. എക്സ്പെൻസ് ഏതാണെടാ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയാം. അതിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്, 8,000 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 8,000 എന്ത് ചെയ്യുക, നേരെ നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാം. ബിക്കോസ് എന്താ, ഇവിടെ വേറെ എക്സ്പെൻസസ് ഒന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഈ 42,000-ൽ നിന്നും നമ്മൾ 8,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ, 34,000. നിങ്ങൾ ചെയ്യുന്നില്ലടാ, 34,000 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 34,000-ൽ നിന്നും നമ്മൾ ഇനി എന്ത് ആഡ് ചെയ്യണം, ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എടുത്തു. ഇനി നമുക്കിവിടെ ഇൻകം നൽകിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകാണ് ഇവിടെ. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻകാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 5,000 ആണ്. അപ്പോൾ ഇൻകത്തിൽ വരുന്നത് റെൻ്റാണ്. ദറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് ആണ് റെൻറ്റ് എന്ന് പറയുക. അത് 5,000 വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അതുപോലെ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കൂടി നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്, 4,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അത് 4,000 വരുന്നുണ്ട്. ഈ 5,000-ഉം 4,000-ഉം നമ്മൾ കാണിക്കുക ഇന്നർ കോളത്തിലാണ്. അങ്ങനെ ആ ഇന്നർ കോളത്തിൽ കാണിക്കും അല്ലേ. 5,000 ഉണ്ട്, 4,000 ഉണ്ട്. കണ്ടോ, ക്ലിയർ അല്ലേ. 5,000 ഉണ്ട്, 4,000 ഉണ്ട്. ഈ 5,000-ഉം 4,000-ഉം ആഡ് ചെയ്യണം നമ്മൾ. ഓക്കെ, 5,000-ഉം 4,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം എത്ര നമ്മൾ ആഡ് ചെയ്യേണ്ടത്, 9,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 34,000-ൻ്റെ കൂടെ 9,000 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 43,000 എന്ന് കിട്ടും. എത്ര കിട്ടും, 43,000 എന്ന് കിട്ടും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫോർമാറ്റ് വരുന്നത് 3 കോളംസ് ആണ്. ഈ 3 കോളംസിൽ പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, 2 എമൗണ്ട് കോളും ഉണ്ട്. അപ്പോൾ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കണം, ഔട്ടർ കോളത്തിലാണ് കൊടുക്കുക. ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, 12,000 ആഡ് ചെയ്യുന്നു, അതും ഔട്ടർ കോളത്തിൽ കൊടുക്കുക. ആൻഡ് നമുക്ക് എത്ര കിട്ടും, 1,62,000 എന്ന് കിട്ടുന്നു. അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. അത് ലെസ് ചെയ്യുന്ന സമയത്ത് 1,62,000-ൽ നിന്നും 20,000 ലെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,42,000 എന്ന് കിട്ടും. ഈ 1,42,000-ൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലോട് ലെസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വരുന്നത് 1 lakh ആണ്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 42,000 എന്ന് കിട്ടും. ഈ 42,000 ആണ്
നമ്മുടെ എന്തെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസിനെയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ലെസ് ചെയ്യുകയും ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഒരു എക്സ്പെൻസേ നൽകിയിട്ടുള്ളൂ, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. ആ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നൽകിയിട്ടുള്ള ഇൻകംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പെൻസ് കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഇന്നർ കോളത്തിൽ കാണിക്കും. ഓക്കെ, ഈ ഇന്നർ കോളത്തിൽ കാണിക്കും. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടാണ് നമ്മളിവിടെ കാണിക്കുക. ഓക്കെ, എന്നിട്ട് ഈ 42,000 നിന്ന് ഈ ഒരു എമൗണ്ട് ലെസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇത്തരത്തിൽ എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇൻകംസ് എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 43,000 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്തായാലും നിങ്ങൾ എന്ത് കൊടുക്കണം, ടൈറ്റിൽ ഇതിന് കൊടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡിങ് ഏതാ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 31st March 2025 എന്നുള്ളത് നിങ്ങളിവിടെ കാണിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അക്കൗണ്ട് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല അല്ലേ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്, ഗ്രോസ് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ഗ്രോസ് ലോസിലോ ആണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ആ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കിട്ടും. അപ്പോൾ ആ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുക, ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അല്ലേ. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തേ, ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചിട്ടല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്തേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പകരം ഒരു അപ്രോക്സിമേറ്റ് നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നുള്ളതുള്ളൂ മനസ്സിലാക്കാൻ പറ്റുക. ബിക്കോസ് എന്താ, ഇവിടെ നമ്മൾ റിയൽ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. റിയൽ അക്കൗണ്ടിനൊന്നും ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ്, സെയിൽസ്, റിട്ടേൺ ആൻഡ് എല്ലാ എക്സ്പെൻസും ഇൻകംസൊക്കെ നമ്മൾ എന്തെങ്കിലും എടുക്കുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസിൽ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, കമ്പാരിസൺ ആണ്. എന്തിനെ കമ്പയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡൂടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലിനെയും ക്ലോസിംഗ് ക്യാപിറ്റലിനെയും കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺലി. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്നാൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ട്ലി ഫ്രം ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആൻഡ് പാർട്ട്ലി ഫ്രം എസ്റ്റിമേറ്റ്സ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ ആൻഡ് മെമ്മറി. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ റീസൺ ഫോർ ഏണിംഗ് പ്രോഫിറ്റ് ഓർ ഇൻക്യൂറിങ് ലോസസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ലോസ് ഇൻക്യൂർ ചെയ്യാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലോസ് ഇൻക്വയർ ചെയ്യാനുള്ള കാരണം എന്നൊന്നും ഇവിടെ നൽകുന്നില്ല. സോ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി.
ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താലാണ് ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ ഇവിടെ നമുക്കതിന് പോസിബിൾ അല്ല. ബിക്കോസ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ റിയൽ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല. സോ അത് കാരണം തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. സോ അത് കാരണം നമ്മളിവിടെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ആൻഡ് അതിൻ്റെ ഫോമാറ്റൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് പ്രോബ്ലംസും നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.